തിരിച്ചു പോകരുത്. മൂന്നാമത്തത് എന്താണ്? എൻ്റെ മുമ്പാകെ നിൽക്കുക, വിശുദ്ധി പാലിക്കുക. അത്രേ ഉള്ളൂ. ഉൽപ്പത്തി 12:1 കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഉൽപ്പത്തി 24:5-6 അപ്പോൾ ദാസൻ ചോദിച്ചു, ആ സ്ത്രീക്ക് റബേക്കയ്ക്ക് എന്നോടുകൂടെ ഈ നാട്ടിലേക്ക് പോരാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങ് വിട്ടുപോകുന്ന നാട്ടിലേക്ക് അങ്ങയുടെ മകനെ ഞാൻ കൊണ്ടുപോകണമോ? അബ്രാഹാം പറഞ്ഞു, എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. പെണ്ണ് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, തിരിച്ച് പഴയ പാപത്തിന്റെ ലോകത്തേക്ക് തിരിച്ചു പോകരുത്. അതാണ് വിഷയം. ഉൽപ്പത്തി 24:8 എന്നാൽ ആ സ്ത്രീക്ക് നിന്നോട് കൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഈ ശപഥത്തിൽ നിന്ന് നീ വിമുക്തനാണ്. എന്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം. അപ്പൊ രണ്ട് കാര്യങ്ങളില്ലേ? ഒന്ന്, വിട്ടുപോരുക, ദൈവത്തെ നിരക്കാത്ത ജീവിതാവസ്ഥകളിൽ നിന്ന് വിട്ടുപോരുക. രണ്ടെന്താണ്? അത്യാവശ്യ കാര്യം വന്നത് മകനെ പെണ്ണ് കാണുന്ന ഒരു കാര്യമാണേ. മകന് ജീവിത പങ്കാളിയെ എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ പോലും തിരിച്ചു പോകേണ്ട സാഹചര്യം വന്നാൽ പെണ്ണ് കെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്നാലും ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്, ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകരുത്. അതാണ് അത് നിങ്ങൾ ഓർക്കും ഇത് പാടല്ലേ? അങ്ങനെയല്ല, പാടാക്കാണ്. ഇതിന് ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കാൻ അത്യുത്സാഹവും ആഗ്രഹം കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ദൈവം അങ്ങനെ ഒരു അവസ്ഥ കൊണ്ടുവരികയില്ല. ഈ പല ആൾക്കാർക്ക് ഈ അവസ്ഥകൾ വരണത് എന്താണെന്നറിയാവോ? പാപത്തിലേക്ക് പോകാനുള്ള അവസ്ഥകളും അതുപോലെ തന്നെ ജീവിത ചൈതന്യം നഷ്ടപ്പെടുത്താനുള്ള അവസ്ഥകൾ ആർക്കാണ് വരുന്നത്? ആ നഷ്ടപ്പെടുത്തിയിട്ടും ആ ചൈതന്യം ഉണ്ടായിട്ടും വലിയ കഥയൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണ്, അത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള ആൾക്കാർക്കാണ് അതുപോലെ നഷ്ടപ്പെടുന്നത്. അത് നഷ്ടപ്പെട്ടാൽ എൻ്റെ ദൈവികമായ ചൈതന്യം നഷ്ടപ്പെട്ടാൽ എനിക്ക് ജീവൻ പോകണ പോലെയാണെന്ന് തോന്നുന്ന ആൾക്കാരില്ലേ, അവർക്കൊരു കുഴപ്പമില്ല, അവർക്ക് പ്രൊട്ടക്ഷനുണ്ട്, ദൈവം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഈ കാലങ്ങളിലും ഉണ്ടാകുന്ന എല്ലാ പാപവും പാപകരമായ ജീവിതവും അതെല്ലാം എന്താ പറയുന്നത്? നമ്മുടെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ വീഴണത് അതിൻ്റെ അകത്ത്. അപ്പം അതിനാണ് നമ്മളൊരു ബലം പ്രയോഗം എന്ന് പറയണത്.